സോ അതിന് മെയിൻ ഡോർ വഴി നമ്മൾ ഉള്ളിലോട്ട് പോകുന്നു. നമുക്ക് താഴെയാണ് അടുത്ത് ബിൽഡ് ചെയ്യാനുള്ളത്. നമ്മൾ താഴോട്ട് പോവാം. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റെയർ ഉള്ളത്. സ്റ്റെയർ പോയി നമ്മൾ പോയി നോക്കി ഈ ടേബിൾ നമ്മൾ ചെയർ മേടിക്കണം. ഈ ചെയറിന് ഏകദേശം 95,000 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു ചെയർ മേടിച്ചു, മൂന്നാമതൊരു ചെയർ കൂടെ മേടിച്ചു. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കാം. ഒരു ചെയർ മേടിച്ചു, ഒരു ചെയർ മേടിച്ചു, ഒരു ചെയർ കൂടെ മേടിച്ചു. ഓക്കെ, ഈ ചെയറും കൂടെ മേടിച്ച് നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 22 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഏകദേശം 18 ലക്ഷമായിട്ടുണ്ട്. അടുത്ത് പോയാൽ ഇവിടെ ഒരു വിൻഡോ വേണം. വിൻഡോക്ക് ഏകദേശം 78,000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 17 ലക്ഷമാണ്. വീണ്ടും പോകുന്നു. ഒരു ചെയറുണ്ട്. ചെയർ 54,000 രൂപയാണ്. 2 ചെയർ വാങ്ങിച്ചു. അതിനുശേഷം നമുക്ക് റബ്ബർ ഡക്കീസ്, പൂളിനടുത്തുള്ള റബ്ബർ ഡക്കീസ് വേണം. അപ്പോൾ പൂളിന് റബ്ബർ ഡക്കീസിന് മേടിച്ചപ്പോൾ ഏകദേശം നമ്മൾ 16 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എമൗണ്ട്. ഇനി നമുക്കൊരു പ്ലാന്റ് മേടിക്കണം. പ്ലാന്റിന് ഏകദേശം 50,000 രൂപയാണ്. 1,61,000 ആയിട്ട് ചുരുങ്ങിക്കണം. അതുപോലെ ഇവിടെയും ഒരു പ്ലാന്റ് വേണം. ഇവിടെ ലൈറ്റുകൾ വേണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോർ നമ്മൾ വുഡൻ ഫ്ലോർ ആക്കി. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഡിസൈൻ ചെയ്ത ഏരിയ വരുന്നത്. അതിനുശേഷം നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വേണം. ഇവിടെ വിൻഡോ ചെയ്തു. ഇപ്പോൾ ഈ റൂം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് റൂം വരുന്നത്. ഇതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കി വെക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെയിൻറ്റിങ് വേണം. ചുമരിൽ പെയിൻറ്റിങ് വെക്കണം. ഒരു പെയിൻറ്റിങ് വെച്ചു, 2 പെയിൻറ്റിങ് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു ചുമര് വേണം. അപ്പോൾ അവിടെ ഒരു ജാലി പോലത്തെ ചുമര് വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് വേണം. അപ്പോൾ ലൈറ്റ്സ് വെച്ചു. ഏകദേശം ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ ഏരിയ, നമ്മൾ പറഞ്ഞ ഏരിയ. ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ദെൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇത് ഗെയിമിങ് ഏരിയ ആണ്. ഇവിടെ ബൗളിംഗ് പിൻസ്, അതുപോലെ തന്നെ 2 സൈഡിലും ബൗളിംഗ് പിൻസ് വേണം. നമ്മുടെ ക്യാഷ് കുറഞ്ഞു വരുവാണ്. 7,68,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദെൻ വോൾ, പിന്നെ സീലിംഗ്, ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ റൂം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് റൂം വരുന്നത്.